വെൽക്കം ടു ദ ക്ലാസ് ലോ ഓഫ് ക്രൈംസ് എന്നുള്ള വീഡിയോ സീരീസിൽ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ 2023 ഡിസംബറിൽ പാസാക്കിയ പുതിയ നിയമത്തിനെ കുറിച്ചാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഭാരതീയ ന്യായ സംഹിത എന്ന പേരിൽ 2023 ഡിസംബർ 25 പ്രസിഡന്റിന്റെ അസന്റ് കിട്ടിയ ഈ നിയമം അടിസ്ഥാനപരമായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് എന്നുള്ള ഇന്ത്യയിലെ ക്രിമിനൽ നിയമ ചട്ടത്തിനെ ഭേദഗതി ചെയ്യാനും അതിനെ റിപ്പീൽ ചെയ്തുകൊണ്ട് പുതിയൊരു നിയമം ഉണ്ടാക്കുകയാണ് ഈ ഭാരതീയ ന്യായ സംഹിത. അതായത് ഇത് പ്രാബല്യത്തിൽ വരുന്ന അന്ന് മുതൽ ഇന്ത്യൻ പീനൽ കോഡ് നിലവിലില്ലാതെയാവും. പക്ഷെ അത് ഇതുവരെ ആയിട്ടില്ല. 25 ഡിസംബറിന് പ്രസിഡന്റിന് അസന്റ് കിട്ടിയെങ്കിൽ പോലും ഇതുവരെ ഈ നിയമം ഇൻഫോഴ്സ് ആയിട്ടില്ല. ഓക്കെ, അപ്പോ ഈ പുതിയ നിയമം ഇന്ത്യൻ പീനൽ കോഡിനെ തന്നെ ഒന്ന് പുനർനിർമ്മിച്ചതാണ്, ഒന്ന് പുതുക്കിയെടുത്തതാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇതിന്റെ സ്ട്രക്ചർ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 20 ചാപ്റ്ററുകളായിട്ട് 358 ക്ലോസസ് ആണ്. ഇന്ത്യൻ പീനൽ കോഡിൽ എങ്ങനെയായിരുന്നു? ഇന്ത്യൻ പീനൽ കോഡിലെ പല സെക്ഷൻസിനെ കുറിച്ചും ഓൾമോസ്റ്റ് ഓൾ സെക്ഷൻസിനെ പറ്റിയിട്ട് ഇതിനു മുമ്പ് ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ലോ ഓഫ് ക്രൈംസ് എന്നുള്ള ഒരു പ്ലേ ലിസ്റ്റ് ആണ് അത്. അപ്പൊ നിങ്ങളത് അഥവാ കണ്ടിട്ടില്ല, കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പോൾ അതിൽ ഓരോ സെക്ഷൻസിനെ പറ്റിയിട്ട് നമ്മൾ വിസ്തരിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലും ഇതുപോലെ ചാപ്റ്റേഴ്സ് ആയിട്ട് തരംതിരിച്ചിരിക്കുകയാണ് ഓരോ പ്രത്യേക തരം ഒഫൻസുകളെ. അതേ പാറ്റേൺ ആണ് നമ്മൾ ഈ ഭാരതീയ ന്യായ സംഹിതയിലും ഫോളോ ചെയ്തിരിക്കുന്നത്. 20 ചാപ്റ്ററുകളായി തരംതിരിച്ചിട്ടുണ്ട്. ഓരോ ചാപ്റ്ററിലും ഓരോ പ്രത്യേക തരം ഒഫൻസസിനെ കുറിച്ച് സംസാരിക്കുന്ന 358 ക്ലോസുകളാണ്. 511 സെക്ഷൻസ് ആയിരുന്നു ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്നെങ്കിൽ അതിന് പകരമായിട്ട് വരുന്ന ഭാരതീയ ന്യായ സംഹിത, ഇനി മുതൽ നമുക്ക് അതിനെ BNS 2023 എന്ന് പറയാവുന്ന ആ നിയമത്തിൽ 358 ക്ലോസുകളായിട്ടാണ് ഈ നിയമത്തിലെ പ്രൊവിഷൻസിനൊക്കെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഇനി പ്രധാനമായിട്ടും ഇന്ത്യൻ പീനൽ കോഡിൽ നിന്ന് എന്താണ് വ്യത്യാസം എന്ന് വന്നാൽ, ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന 19 പ്രൊവിഷൻസിനെ എടുത്തു കളഞ്ഞിട്ടുണ്ട് ഈ BNS-ൽ. അതിന് പകരമായിട്ട് പുതുതായിട്ട് 20 ഒഫൻസസ്, ഇപ്പോൾ ഉദാഹരണത്തിന് സൈബർ ക്രൈം, സൈബർ ഫ്രോഡ്, എൻവയൺമെന്റൽ പൊല്യൂഷൻ തുടങ്ങിയിട്ടുള്ള പുതിയ ഒരുപാട് കുറ്റകൃത്യങ്ങളും അവയ്ക്കുള്ള പണിഷ്മെന്റും ഈ BNS-ൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യമായിട്ട് സ്ട്രക്ചറിൽ BNS-ഉം IPC-യും തമ്മിലുള്ള വ്യത്യാസം. അതർവൈസ് IPC-യിലുള്ള ഒരുവിധം എല്ലാ പ്രൊവിഷൻസും അതേപോലെ തന്നെയാണ് BNS-ലും ഉള്ളത്. അതിന്റെ ഫോമാറ്റിലാണ് കാര്യമായ വ്യത്യാസം വന്നിട്ടുള്ളത്. പേരിൽ വ്യത്യാസം വന്നു, അതിന്റെ സ്ട്രക്ചറിൽ കാര്യമായ വ്യത്യാസം വന്നു എന്ന് പറയാനും പറ്റില്ല. അപ്പൊ IPC റിപ്പീൽ ചെയ്തുകൊണ്ട് BNS വരുമ്പോൾ അതിൽ പ്രധാനമായ വ്യത്യാസം 20 പുതിയ കുറ്റങ്ങൾ ഉണ്ടാവുകയും 19 പഴയ പ്രൊവിഷൻസ് ഇല്ലാതെയാവുകയും ചെയ്തു എന്നതാണ്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ സംസാരിച്ചത് BNS എന്ന പുതിയ നിയമം. അത് 2023 രാജ്യസഭയിലും ലോക്സഭയിലും പാസ്സാവുകയും 25 ജാനുവരിയിൽ പ്രസിഡന്റിന്റെ അസന്റ് കിട്ടുകയും ചെയ്തുകൊണ്ട് ഇനി മുതൽ ഇന്ത്യയുടെ പുതിയ ക്രിമിനൽ നിയമ സംഹിതയായി മാറുകയാണ്. ഇനി മുതൽ നമ്മൾ അതിനെ BNS 2023 എന്നാണ് പറയുക. ഇതിന്റെ ഇഫക്റ്റ് ഇന്ത്യൻ പീനൽ കോഡ് 1860 അത് കംപ്ലീറ്റ്ലി റിപ്പീൽ ചെയ്യുകയാണ്. എന്നാൽ അതേസമയം ഇന്ത്യൻ പീനൽ കോഡിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഒഫൻസസിനെ അതേപടി തന്നെ നിലനിർത്തുകയും, ഇപ്പോൾ ഒഫൻസസ് എഗൻസ്റ്റ് പ്രോപ്പർട്ടി, സെക്ഷുവൽ ഒഫൻസസ്, അതിനെയൊക്കെ അതേപടി നിലനിർത്തിയിട്ടുണ്ട്. പകരം പുതിയതായിട്ട് ചില ഒഫൻസസ്, അതായത് ഇപ്പൊ നമ്മൾ ഇതിൽ പറഞ്ഞില്ലേ 20 പുതിയ ഒഫൻസസ് അതിൽ ആഡ് ചെയ്യുകയും, ഇപ്പൊ സെഡീഷൻ തുടങ്ങിയ ഒഫൻസസിനെ എടുത്തു കളയുകയും, എന്നാൽ അതിന് പകരമായിട്ട് ഒഫൻസസ് എഗെയിൻസ്റ്റ് ഇന്റഗ്രിറ്റി ആൻഡ് യൂണിറ്റി ഓഫ് ദ കൺട്രി തുടങ്ങിയ പുതിയ ഒഫൻസസ് ആഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് BNS 2023യുടെ സ്ട്രക്ചർ. ഇനി അടുത്ത വീഡിയോയിൽ ഏതൊക്കെ സെക്ഷൻസിലാണ്, ഏതൊക്കെ പ്രൊവിഷൻസിലാണ് BNS IPC-യിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അത് അടുത്ത വീഡിയോയിൽ. ടിൽ ദെൻ ബൈ.